വീട്ടിൽ പെറ്റുപിടിക്ക് വരുന്ന എലികളെ തുരുത്താനും അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ വാഷ് ബേസിനൊക്കെ നമ്മൾ എന്ന് യൂസ് ചെയ്യുന്നതാണല്ലോ. അന്നപ്പോൾ ആ വാഷ് ബേസിന് വെള്ളത്തിൻ്റെ കറയൊക്കെ ആണെങ്കിലും ഉപ്പ് കറയുണ്ടെങ്കിൽ അത് ഫുള്ളും നമ്മുടെ വാഷ് ബേസിനിലും അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പിലും എല്ലാം സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കും, വെളുത്ത് കിടക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ച ഒരു സൂത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലർ എന്തെങ്കിലും ഒന്നെങ്കിൽ ഷേവിങ് സൈറ്റിൻ്റെയൊക്കെ അങ്ങനെ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് അവിടുത്തെ അത് നമ്മുടെ വാഷ് ബേസിനിലൊക്കെ കറ പിടിച്ച് കിടക്കും, ഒരു തുരുമ്പ് കറ പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലേഡ് ഇരിക്കുകയാണെങ്കിലും ഒക്കെ തുരുമ്പ് കറ പിടിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കുറച്ച് കെച്ചപ്പ് എടുക്കാം, ടൊമാറ്റോ സോസ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കെച്ചപ്പും ടൊമാറ്റോ സോസൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഇതിലേക്ക് വാഷ് ബേസിനിലും ആ പൈപ്പിലും എല്ലാം ഇതുപോലെ ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസം തന്നെ കണ്ടില്ലേ നമ്മുടെ ആ പൈപ്പ് എല്ലാം നല്ല വെളുത്ത് ഇളങ്ങി കിട്ടിയിട്ടുണ്ട്. ഉപ്പുകറയൊക്കെ പോയിട്ടുമുണ്ട്, അതുപോലെ തന്നെ ആ തുരുമ്പ് പിടിച്ച് ഇതെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ഈ ബാക്കി വരുന്ന അത് കേടായത് അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കളയരുത്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീടുകളിൽ നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഒരുപാട് മേടിച്ച് വെക്കുന്നവരായിരിക്കുമല്ലോ. നമ്മൾ എല്ലാ ദിവസം പോയി മേടിക്കാതെ നമ്മൾ മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കുന്ന വീട്ടമ്മമാർ കാണും. അന്നപ്പം നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഒരുപാട് ഇങ്ങനെ മേടിച്ച് വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പൂപ്പൽ പോലെ ഒരു മണം വരും, അല്ലെങ്കിൽ കെട്ട് പോലെ ഉരുണ്ട് കിടക്കാൻ സാധ്യത കൂടുതലാണ്. അന്നപ്പോൾ നിങ്ങൾ 2 ഏലക്ക ചതച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പെല്ലാം നല്ല അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മീൻകറിക്കായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു തക്കാളിയാണ്, പിന്നെ കുടംപുളിയാണ്, പിന്നെ ഒരു ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഉണ്ടെങ്കിൽ 5-6 ഉള്ളി എടുക്കുക, ചെറിയ ഉള്ളി, അല്ലെങ്കിൽ ഒരു സവോളയാണെങ്കിൽ ഒരു സവോള, ചെറിയൊരു സവോള എടുത്ത് ഇതുപോലെ അരിഞ്ഞ് വെക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും, ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പലരും മീൻകറിക്ക് പിന്നെ വാളംപുളിയാണ് ചേർക്കാറുള്ളത്. പക്ഷേ വാളംപുളിയെക്കാട്ടും നല്ല കുടംപുളിയാണ്. അങ്ങനെ ആരെങ്കിലും കുടംപുളി ചേർത്ത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കോട്ടയം ഭാഗത്തേക്ക് എല്ലാവരും കുടംപുളി ഇട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ ഇതുപോലെ ആ ചട്ടിക്കകത്ത് ഇത് നമ്മളെ താളിക്കേ പിറക്കും ഒന്നുമില്ല, എല്ലാം കൂടെ ഒരു ചട്ടിയിൽ ഒന്നിച്ചാക്കി കറി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ മത്തിക്കറിയാണ് വെക്കുന്നത്. പിന്നെ അതെല്ലാം കൂടെ ചട്ടിയിലാക്കിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അരപ്പ് വേണ്ട അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മളത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ നമ്മുടെ അരപ്പും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഞാൻ വെക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാനിത് കണ്ടില്ലേ മത്തിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ്. അതുകൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നേരെ അടുപ്പത്ത് വെക്കുക. ഇത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി താളിച്ച് പെറുക്കി ഒന്നും വെക്കേണ്ട. എന്നെ ടേസ്റ്റ് എന്നറിയോ, ഒരു പറ ചോറ് നമുക്ക് ഇങ്ങനെ വെച്ചാലേ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെയൊക്കെ പച്ചമണം വരുത്തില്ലേ എന്നൊക്കെ ഓർക്കും. പക്ഷേ ഇതിൽ ഒരു പച്ചമണവും ഇല്ല. നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കും. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് അങ്ങോട്ട് കുറച്ച് ഒഴിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കുക. ആ കുറച്ച് വെച്ച ഫ്ലെയിമിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഇത് വെന്ത് കിടണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു ദിവസം ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ മെച്ചിങ്ങ കിട്ടൂല. ഇത് ഞങ്ങളുടെ ഇവിടെ പറയുന്ന മെച്ചിങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടുകളിൽ എന്താണിത് പറയുന്നത്, നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇതെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. മെച്ചിങ്ങ എന്ന് ഞങ്ങളിവിടെ പറയുന്നത് കേട്ടോ. ഈ ഒരു മെച്ചിങ്ങയും കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് തലവേദനയൊക്കെ എടുക്കുമ്പോൾ ഈ മെച്ചിങ്ങ കൊന്നെടുത്ത് ഉരച്ചിട്ട് തലവേദനയുള്ള ഭാഗത്തേക്ക് ഒന്ന് തൂത്ത് കൊടുത്ത് തലവേദന പെട്ടെന്ന് പോകുന്നതാണ്. അതുപോലെ മുട്ടയൊക്കെ അടിച്ച കുട്ടികളുടെ തലയിൽ നല്ലൊരു തണുപ്പ് കിട്ടാനും പുകച്ചിലൊക്കെ മാറാനും ഒന്ന് നൊരച്ച് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ പെറ്റി വരുന്ന എലികളെ തുരത്താൻ വേണ്ടി അടിപൊളി ഒരു സൂത്രമാണ് ഈ മെച്ചിങ്ങ. ഈ മെച്ചിങ്ങയ്ക്ക് ഈ എലികൾ അത് പറമ്പിലൊക്കെ വീണ് കിടക്കുമ്പോൾ എലികളൊക്കെ കടിച്ചൊരുക്കും പാടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കടിച്ച് അത് നശിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിനായിട്ട് ഞാനിപ്പോൾ എലികളെ തുരത്താൻ വേണ്ടി എടുക്കുന്നത്
ഈ മെച്ചിങ്ങ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഈ ബൗളിലേക്ക് ഞാൻ ഇപ്പോൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മെച്ചിങ്ങ എന്ന് പറയുന്നത് തേങ്ങയുടെ ഇതാണല്ലോ, തേങ്ങയുടെ ആദ്യത്തെ ആരംഭമാണല്ലോ മെച്ചിങ്ങ. അപ്പോൾ ഈ മെച്ചിങ്ങയുടെ തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഈ മെച്ചിങ്ങയ്ക്ക് ഉള്ളതും കൊണ്ടാണ് എനിക്ക് അത് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് മെയിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പ്ലാസ്റ്റിക് കവർ വീടുകളിലുണ്ടെങ്കിൽ ഒരു കഷ്ണം കവർ എടുക്കുക, അതുകൊണ്ട് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഡിഷ് വാഷോ സോപ്പ് പൊടിയോ എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള അതൊഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോഴും ഹാൻഡ് വാഷാണ് എടുത്തിരിക്കുന്നത്. ഹാൻഡ് വാഷ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർക്കുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് പൊടിയാണെങ്കിലും മതി. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ മെച്ചിങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഇതിപ്പോൾ എളുപ്പമാണ്. ഇനി ഈ മെച്ചിങ്ങയുടെ ഉൾഭാഗത്തെ കുറച്ച് ഇതില്ലേ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് നമുക്കിതിലേക്ക് അരിഞ്ഞുകൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ മെച്ചിങ്ങയുടെ ഇതിൻ്റെ ഉൾഭാഗത്തെ ഇത് സാധനം വളരെ ഇഷ്ടമാണ്. തേങ്ങയുടെ ഒരു ടേസ്റ്റ് പോലെയാണത്. അപ്പോൾ അത് വളരെ ഇഷ്ടമാണ്. തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അത് ഫുൾ അത് എലി എടുക്കുന്നതാണ്. നമ്മുടെ പ്ലാസ്റ്റിക് കവറും കൂടെ അതിൻ്റെ അകത്തുള്ളത് കാരണം ഇത് എലിയുടെ വയറ്റിൽ പോയി. പ്ലാസ്റ്റിക് കവർ ചെറുതായിട്ട് വേണം അരിഞ്ഞിടാൻ. വയറ് വീർത്ത എലികളെല്ലാം കൂട്ടത്തോടെ ചത്തു പോകുന്നതാണ് കേട്ടോ. പെരിച്ചാരികൾക്ക് നല്ലൊരു ടിപ്പാണിത്. നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ കപ്പ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പെരിച്ചാരികളെല്ലാം നശിപ്പിച്ച് വെക്കുക. എന്ത് കൃഷി ചെയ്താലും നശിപ്പിച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ചെയ്ത് വെക്കും, നല്ലതാണ് കേട്ടോ. പ്ലാസ്റ്റിക് കവറെല്ലാം വയറ്റി ചെല്ലുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായിട്ട് അതങ്ങ് ചത്തു പോകുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ പോലെ ഇതിനകത്ത് 1 ടീസ്പൂൺ മൈദാമാവ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് പറയാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നല്ലപോലെ ഇതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ മെച്ചിങ്ങയുടെ ഉൾഭാഗം ഞാൻ ഇതുപോലെ ഹോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് എല്ലാം എടുത്ത് ഇതിനകത്ത് ചേർത്തത് കൊണ്ട് അതിൽ തന്നെ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങളുടെ വീടിനുള്ളിലാണേലും വീടിൻ്റെ പരിസരങ്ങളിലാണേലും നിങ്ങൾക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. എവിടെയാണോ എലിശല്യം പല്ലിശല്യം പാറ്റാശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പല്ലിക്കും പാറ്റക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് പിന്നെ ഡിഷ് വാഷൊക്കെ ചേർത്തിരിക്കുന്ന കാരണം പല്ലിയും പാറ്റ ഒക്കെ ചത്തു പൊക്കോളും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വഴിക്ക് കൊണ്ടുവെക്കുക. ഞാൻ ഇപ്പോൾ ഗ്യാസ് കുറ്റിയുടെ ഒരു സൈഡിലാണ് വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ എലി ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ വെക്കുന്നുണ്ട്. ഈ ഒരു പെട്ടെന്ന് പഴയ തറവാടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എലികൾ വരും. എത്ര ഓടിച്ചെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ കയറി വരും. അതുപോലെ തന്നെ നമ്മുടെ വെളിയിലൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു തണുപ്പ് പറ്റിയിരിക്കാൻ എലികൾക്ക് പല്ലികൾക്ക് പാറ്റകൾക്ക് വലിയ ഇഷ്ടമായത് കാരണം ആ വെളിയിലെ പൈപ്പിൻ്റെ സൈഡിലും ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്പീക്കറുകൾ കാര്യങ്ങളൊക്കെ അധികം ഉപയോഗിക്കാതൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ എല്ലാം വന്ന് അതിൻ്റെ വയറിങ് എല്ലാം കട്ട് ചെയ്തിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ ഒന്ന് ഞാൻ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് എലികളെ തുരത്താൻ പറ്റിയൊരു സാധനമാണ് ഇത് കേട്ടോ. ഇതും നമ്മുടെ മെച്ചിങ്ങ ചെറുതാണല്ലോ, ഇതിലും കൂടെ കുറച്ച് വലുതാണിത്. അതായത് തേങ്ങയുടെയൊക്കെ ഒരു മുഴുപ്പാകാൻ പോകുന്ന ഒരു സ്റ്റേജാണിത്. അപ്പോൾ ഇതിന് ഇവിടെ പറയുന്ന പേര് വെള്ളക്ക എന്നാണ്. അപ്പം ചെറുതായിട്ട് ചെറിയ ഇതാകുമ്പോഴത്തേക്ക് മെച്ചിങ്ങയെന്നും പറയും. അതിച്ചിരി വലുതാകുമ്പോൾ അത് വെള്ളക്ക എന്നും പറയും. അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്ന പേരെന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ തേങ്ങയുടെ ഒരു ഇതെല്ലാം വന്നിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹാർപ്പിക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഫസ്റ്റിൽ ഞാൻ കുറച്ച് പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെച്ചിങ്ങയെ വെച്ചിരിക്കുന്ന ഈ പാലിൻ്റെ ഒരു സ്മെല്ല് എലികൾക്കും തേങ്ങയുടെയൊക്കെ സ്മെല്ല് എലികൾക്ക് വളരെ ഇഷ്ടമായത് കാരണം വന്ന് അത് പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തത്. ഇനി ഈ ഇതിലേക്ക് വെള്ളക്കയിലേക്ക് ഞാൻ ഇതുപോലെ ഹാർപ്പിക്കും പാലും ഒഴിച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ഒരു സൊല്യൂഷനും കൊണ്ട് നല്ല റിസൾട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് അതൊരു തുള്ളിയില്ലാതെ അത് ഫുള്ള് നക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. പല്ലിയും പാറ്റ എല്ലാം ഞാൻ വെച്ച് കൊടുത്ത ഭാഗത്തൊന്നും പിന്നെ എലിശല്യം ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മുടെ വീടിനുള്ളിൽ ചത്ത് കിടക്കത്തുണ്ട്, ദൂരെ വെളിയിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ നശിപ്പിച്ചായിരുന്നു. ആ ഒരു വശത്ത് ഞാൻ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രോയർ ഉണ്ടായിരുന്നു, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. അതിൻ്റെ അകത്തും ഒരു ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ മെച്ചിങ്ങയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് കണ്ട എലിമടയാണ്. ഇത് കണ്ട ഭയങ്കരമാണ്. ഇതിനകത്തൊന്നും കൈയിട്ട് ഇങ്ങനെയുള്ള എലിമടയുടെ ഒന്നും ആരും കൊണ്ട് കൈയൊന്നും ഇട്ടേക്കരുത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അവിടേക്ക് ഞാൻ ഇതുപോലെ ഹാർപ്പിക്ക് ഒഴിച്ച് ആ വെള്ളക്കയിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചത് ഞാൻ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. കാര്യം അതിൽ പാലുമില്ല, അതുപോലെ തന്നെ അതിൽ ശർക്കരയില്ല, ഹാർപ്പിക്കിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ എലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കിച്ചൺ സിങ്കിൻ്റെ അവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ.
ഉച്ചയ്ക്ക് കിട്ടിയാൽ ആരും കളയരുത്, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.